അറിയേണ്ടത് പൊന്നാനിയിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ രേഖപ്പെടുത്തുന്നു 41% 2:20 വരെയുള്ള കണക്ക്. ഇപ്പം മലപ്പുറത്തും ആ നിലയിൽ ഒരു 3% കൂടുതലാണ്, 44%. ഈ രണ്ട് മണ്ഡലങ്ങളിലെയും വോട്ടിംഗ് നില എങ്ങനെ? അരുൺ അമൃതനാഥ് ചേരുന്നുണ്ട്. അരുൺ, എങ്ങനെയാണ് ഇപ്പോൾ ഇരു മണ്ഡലങ്ങളിലെയും പോളിംഗ് പുരോഗമിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം? പ്രതീക്ഷ, പോളിംഗ് ഈ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് മന്ദഗതിയിലായിട്ടുണ്ട്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ വെള്ളിയാഴ്ചയിലെ ജുമാ നമസ്കാരം തന്നെയാണ്. അത് നേരത്തെ തന്നെ മലപ്പുറത്ത് നിന്നൊക്കെ വലിയ രീതിയിൽ ആവശ്യമുയർന്നത് തിരഞ്ഞെടുപ്പ് തീയതി വെള്ളിയാഴ്ചയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യമൊക്കെ ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ വലിയ ഊർജ്ജത്തോടെ തന്നെ വോട്ടർമാർ ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. നേരത്തെ നമ്മൾ ഈ ഒരു പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ ഇവിടെ ഒരു നീണ്ട നിരയായിരുന്നു, ഈ സ്റ്റെപ്പും കടന്ന ഒരു നീണ്ട നിരയാണെങ്കിൽ ഇപ്പോൾ അത് പകുതിയായ ഒരു സാഹചര്യമാണ്. ഉച്ചയ്ക്ക് ശേഷം വോട്ടർമാർ എണ്ണത്തിലൊരു കുറവ് പ്രതിപാദിക്കുന്നുണ്ട്. അത് പൊന്നാനിയിലാണ് വലിയ രീതിയിലൊരു കുറവ് കാണുന്നത്. 41% മാത്രമേ പൊന്നാനിയിലായുള്ളൂ. മലപ്പുറത്ത് ഭേദപ്പെട്ട ഒരു പോളിംഗ് ഉണ്ട്. താരതമ്യേന 44%. ഇരു മണ്ഡലങ്ങളിലും കഴിഞ്ഞ 75-74 എന്നാണ് നില. മലപ്പുറത്ത് 75. അതായത് ജുമാ ആണെങ്കിൽ 1:30 കഴിഞ്ഞ് ആളുകൾക്ക് ഭക്ഷണം കഴിച്ച് വരാനുള്ള സമയമായി. ഇപ്പൊ 2:49 ആയല്ലോ. അപ്പൊ നമസ്കാരത്തിന് പോയ ആളുകൾ ഭക്ഷണം കഴിച്ച് വന്ന് ക്യൂവിൽ നിൽക്കാനുള്ള സമയമായിരിക്കുന്നു. അങ്ങനെ ക്യൂ ഉണ്ടാവുന്നില്ലെങ്കിൽ പൊന്നാനിയിൽ പൊതുവെ ഒരു തണുപ്പുണ്ട് എന്നാണോ അതിനർത്ഥം? അതിന് മറ്റെന്തെങ്കിലും ഘടകം വർക്ക് ചെയ്യുന്നുണ്ടോ? അതെ, അത് എത്രയും വേഗം മടങ്ങിയെത്തുമെന്നൊരു പ്രതീക്ഷയാണ് എന്തായാലും ഈ ഏവർക്കും ഉള്ളത്. കാരണം ഇപ്പോഴും ആ ഒരു പോളിംഗ് രാവിലെ കണ്ട ഒരു ഊർജ്ജം ഇപ്പോൾ കാണുന്നില്ല. രാവിലത്തെ നമ്മുടെ ലൈവിൽ നമ്മൾ ആ മലപ്പുറത്തെ ഒരു ഊർജ്ജം തന്നെയായിരുന്നു പങ്കുവെച്ചത്. നമ്മൾ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഘടകങ്ങളും ഇവിടുത്തെ ഒരു പോരാട്ടം എന്തായാലും ഏകപക്ഷീയമാണെന്നൊക്കെ പറയുന്നു. രാവിലെ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ പറഞ്ഞ കാര്യമാണ്. പൊന്നാനിയിൽ 1.5 ലക്ഷവും മലപ്പുറത്ത് 2-ന് മുകളിലുമാണ്. അങ്ങനെ കണക്ക് നിർത്തി തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ഏകപക്ഷീയ പോരാട്ടം എന്ന വിലയിരുത്തലുണ്ടെങ്കിൽ പോലും പ്രചാരണത്തിനോ ഇവിടുത്തെ വാഗ്വാദത്തിനോ രാഷ്ട്രീയ വാക്പോരിനോ ഒന്നും തന്നെ ഒരു വിരാമവും ഉണ്ടായിട്ടില്ല. അത്തരത്തിലാണ് ഇവിടുത്തെ മത സാമുദായിക സംഘടനകളുടെ നിലപാട്. കേരളത്തെ തന്നെ രാഷ്ട്രീയത്തെ പ്രതിപാദിക്കുന്ന തരത്തിലാണ്. അപ്പോൾ ആ രീതിയിലേക്കുള്ള രാഷ്ട്രീയ ചലനങ്ങളൊക്കെ ഉറ്റുനോക്കപ്പെടുന്ന മണ്ഡലങ്ങളാണ് മലപ്പുറവും പൊന്നാനിയും എന്നതിൽ തർക്കമില്ല. അപ്പോൾ ഇവിടുത്തെ പോളിംഗ് കൂടി പൊന്നാനിയിലെ പോളിംഗ് കൂടുതൽ മന്ദഗതിയിലേക്കാണോ നീങ്ങുന്നത് എന്നൊരു ആശങ്ക നിലവിലുണ്ട്. എന്തായാലും ഇനി വരും മണിക്കൂറിലെ പോളിംഗിന്റെ എന്തായാലും പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പൊന്നാനി മണ്ഡലം എന്ന് പറയുന്നത് തീരദേശമാണ് മിക്കവാറും. കഴിഞ്ഞ 2019 നോക്കിക്കഴിഞ്ഞാലും പൊന്നാനിൽ ഒരു 74% മണ്ഡലത്തിലെ ഒരു വോട്ടിംഗ് പെർസെന്റേജ് പോയിട്ടുള്ളൂ. കാരണം ശരാശരി മറ്റ് മണ്ഡലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ 2-3%. അതുപോലെ തന്നെ മലപ്പുറത്ത് ഒരു 70-ന് മുകളിൽ വരുമെന്ന് തന്നെയാണ് 70-ന് മുകളിൽ വരും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ താനൂര്, തിരൂര്, പരപ്പനങ്ങാടി തീരദേശ മേഖലയുണ്ടല്ലോ പൊന്നാനി വരെയുള്ള ആ തീരദേശത്ത് നിന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആളുകൾ 4 മണിക്ക് ശേഷം സമസ്തയുടെ നിലപാടുകൊണ്ടാണ് വോട്ടിംഗ് ബഹിഷ്കരിക്കത്തക്ക അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആളുകൾ പ്രത്യേകിച്ച് ഈ മതപണ്ഡിതരും മറ്റുമൊക്കെ ഒരു കാരണവശാലും വോട്ട് ചെയ്യുന്നത് ഒഴിവാക്കരുത് എന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 70 കടക്കുമെന്നുള്ളത് ഞാനിപ്പോ പറയും. വിശ്വാസവും കൂട്ടുമുട്ടുന്നതിന്റെ ഒരു ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പോയി നിൽക്കാനില്ല എന്നൊരു നിലപാടുണ്ടാവോ? സാധ്യതയില്ല. 70% മുകളിലുള്ള പോളിംഗ് എന്തായാലും പൊന്നാനിയിൽ ഉണ്ടാവുന്നതാണ്. 4 മണിക്ക് ശേഷമുള്ള ഒരു പോളിംഗ് ശതമാനം നോക്കണം. കേരളത്തിൽ മൊത്തത്തെ ബാധിക്കുന്ന ഒരു പോളിംഗ് രേഖപ്പെടുത്തേണ്ടത് 4 മണിക്ക് ശേഷം ഉള്ള 2 മണിക്കൂർ എന്ന് തന്നെയാണ് നമുക്ക് വിചാരിക്കാം. 3 മണിക്കൂർ 8 മിനിറ്റ് ഉണ്ട്. 4 മണിക്ക് ശേഷം നന്നായി പോളിംഗ് പലയിടത്തും ഉയരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.